പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ 2009 മുതൽ 2016 വരെയുള്ള ഡിഗ്രിക്കാരുടെ എല്ലാ സെമിസ്റ്ററുകൾക്കും നേരത്തെ പരീക്ഷാ രജിസ്ട്രേഷൻ വിളിച്ചിരുന്നതാണ്. അതിൽ 2009 മുതൽ 2013 വരെയുള്ള റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും സെമിസ്റ്റർ പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളത്. 2011, 2012, 2013 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ സെമിസ്റ്റർ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതോടൊപ്പം 2014, 15, 16 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷയുമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഏറെ പരീക്ഷകൾ കഴിയാനുണ്ട്. അതിൽ ഒരു പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2011, 2012, 2013 വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ അല്ലെങ്കിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള BA, BSc, BA അഫ്സൽ ഉൽ ഉലുമ, BMMC തുടങ്ങിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളുടെ രണ്ടാമത്തെ സെമിസ്റ്ററിൻ്റെ പരീക്ഷയാണ്. 2011, 2012, 2013 വർഷങ്ങളിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള BA, BSc, BCom, BBA, BMMC, BA അഫ്സൽ ഉൽ ഉലുമ തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ ഒക്ടോബർ 8 ആരംഭിക്കുകയാണ്. റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പരീക്ഷാ ഇനത്തിൽ ആദ്യം കഴിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ സെമിസ്റ്റർ മാത്രമായിരുന്നു. അതിൻ്റെ റിസൾട്ടും നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. മറ്റു പരീക്ഷകളൊന്നും തന്നെ ഈ ഇനത്തിൽ നടന്നിരുന്നില്ല. അതിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ 2011, 12, 13 വർഷങ്ങളിലെ രണ്ടാമത്തെ സെമിസ്റ്ററിൻ്റെ പരീക്ഷ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 8 ആരംഭിക്കുന്നത്. പരീക്ഷാ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 4:45 വരെയാണ് സാധാരണ ദിവസങ്ങളിൽ. അതേസമയം വെള്ളിയാഴ്ചകളിൽ പരീക്ഷ 2 മണി മുതൽ 5:15 വരെയാണ്. പരീക്ഷാ കേന്ദ്രം സാധാരണഗതിയിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ കേന്ദ്രങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിലാണ് ഉണ്ടാവുക. മറ്റ് ജില്ലകളിലൊന്നും തന്നെ ഇതിന് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനിലെ സെമിനാർ ഹാളിലാണ്. ചുരുക്കം ചില പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് കോഹിന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലും വെച്ച് നടക്കുന്നുണ്ട്. കൂടുതൽ പരീക്ഷകളും നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ്. പരീക്ഷ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഹാൾ ടിക്കറ്റ് പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് പ്രസിദ്ധീകരിക്കുക. ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത പരീക്ഷയാണിത്. എനിക്ക് തോന്നുന്നു 2021 ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിച്ചിരുന്നത്. 2021 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ 2024 ഒക്ടോബർ 8 നടക്കുന്നത്. വളരെ കാലതാമസം പരീക്ഷാ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പരീക്ഷകൾ നടക്കാതെ പോവുകയല്ല, അനേകം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രിക്കാരുടെ പരീക്ഷ വരുന്നത് വളരെ വൈകുന്നു എന്നുള്ളതാണ്. വിവിധ ഇനം സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലതാമസമാണ് പരീക്ഷ വൈകുന്നതിന് കാരണമാവുന്നത്. എന്തായിരുന്നാലും ശരി, രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതുക. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നവരാണ്. ഇത്രയേറെ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നതാണ് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. സാധാരണത്തേതുപോലെ തന്നെ ഒരു പരീക്ഷയാണ് നടക്കുന്നത്. പരീക്ഷാ ഫീസ് അല്പം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. പലപ്പോഴും നേരത്തെ നടന്നിട്ടുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളിലെല്ലാം തന്നെ റിസൾട്ട് വന്നപ്പോഴൊക്കെ 1 മാർക്കിൻ്റെയൊക്കെ കുറവിൽ പലരും ഒരുപാട് പേർ തോറ്റത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം യൂണിവേഴ്സിറ്റി 1 മാർക്കാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അവരെ പാസ്സാക്കുക എന്നൊരു സമീപനം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നില്ല.
അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി മാത്രം പരീക്ഷയെ സമീപിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ പാസ്സാവൂ. ഓക്കെ, ഇനി ഏതെങ്കിലും വിഷയങ്ങൾക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം വീണ്ടും ഫില്ല് ചെയ്തേക്കുക. നേരത്തെ ചിലരൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടാവും, എന്നാലും പുതിയതായിട്ട് വീണ്ടും ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. സാധ്യമാവുന്ന തരത്തിൽ ക്ലാസ്സുകളൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഓക്കെ.